സംസ്ഥാനത്ത് വൻ വിജയം നേടിയെങ്കിലും തൃശൂരിൽ കെ മുരളീധരന്റെ അപ്രതീക്ഷിത പരാജയം UDFന് തിരിച്ചടിയായി. 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട സാഹചര്യത്തിൽ വോട്ട് ചോർച്ച ഉൾപ്പെടെ പരിശോധിക്കാനാണ് തീരുമാനം. CPIM BJP രഹസ്യധാരണയുടെ ഫലമാണ് BJPയുടെ വിജയമെന്നാണ് UDFന്റെ ആരോപണം. മിന്നും വിജയത്തിനിടയിലും കെ മുരളീധരന്റെ ദയനീയ പരാജയമാണ് UDF നേതൃത്വത്തിന് ഞെട്ടലായത്. അവസാന മണിക്കൂറിലും 20-ൽ 20 സീറ്റുകളിലും വിജയിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ തൃശൂരിലും ആലത്തൂരിലും അടിപതറി. തൃശൂരിൽ കെ മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ഇരുട്ടടിയായി. BJP CPIM രഹസ്യധാരണ ഉയർത്തിയാണ് UDF തിരിച്ചടിയെ പ്രതിരോധിക്കുന്നത്. അതേസമയം മുൻ KPCC അധ്യക്ഷൻ കൂടിയ കെ മുരളീധരന്റെ തോൽവി അന്വേഷിക്കാനാണ് തീരുമാനം. ഈ CPIM-ഉം BJP-യും തമ്മിലുള്ള ഈ അവിഹിതമായ ബന്ധം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തൊട്ട് നടക്കുന്നത്. കാരണം ആലത്തൂരിലെ നേരിയ ഭൂരിപക്ഷത്തിലുള്ള പരാജയവും തൃശ്ശൂരിലെ പരാജയവും തീർച്ചയായിട്ടും പരിശോധിക്കും. UDF-ഉം പരിശോധിക്കും, പാർട്ടിയും തീർച്ചയായും ഗൗരവതരമായി പരിശോധിക്കും. 2019 തെരഞ്ഞെടുപ്പിന് സമാനമായി മുന്നേറാൻ കഴിഞ്ഞെന്നാണ് UDF പ്രാഥമിക വിലയിരുത്തൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള വികാരമാണ് വിജയത്തിന് വഴിയൊരുക്കിയതെന്ന് നേതൃത്വം കണക്കുകൂട്ടുന്നു. ഈ വിജയം മഹത്തരമാണ്. ഇത് രാഷ്ട്രീയമായ വിജയമാണ്. സംസ്ഥാനത്തെ ഗവൺമെൻറ്റിനോടുള്ള അതിശക്തമായ അമർഷവും പ്രതിഷേധവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കപ്പെട്ടിട്ടുണ്ട്. ആറ്റിങ്ങലിൽ തിരിച്ചടി പ്രതീക്ഷിച്ചെങ്കിലും അടൂർ പ്രകാശിന്റെ വ്യക്തിപ്രഭാവം തുണച്ചെന്നാണ് വിലയിരുത്തൽ. തൃശൂർ ആലത്തൂർ പരാജയ കാരണം പരിശോധിക്കുമ്പോൾ ആറ്റിങ്ങലിലെ വോട്ട് ചോർച്ചയും കോൺഗ്രസ് അന്വേഷിച്ചേക്കും. സിറ്റിംഗ് സീറ്റുകളിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സാധിച്ചത് നേട്ടമാണെന്ന് UDF വിലയിരുത്തുന്നുണ്ട്. ഏതായാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ജനവികാരം കൃത്യമായ ഏകോപനത്തോടെ അത് വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞതാണ് വിജയത്തിൻ്റെ പ്രധാന കാരണമെന്നും വിലയിരുത്തുന്നു. റിപ്പോർട്ടർ R. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.